ലോകത്തിലെ പല പ്രമുഖരെയും നേതാക്കന്മാരെയും ക്ഷണിക്കുന്ന കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയെയും തന്റെ മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു മുകേഷ് അംബാനി. എന്നാൽ വിളിച്ച പ്രമുഖർ എല്ലാം എത്തിയിട്ടും രാഹുൽ അംബാനി വിവാഹത്തിൽ പങ്കെടുക്കാത്തത് ശ്രദ്ധേയമായി. അന്ന് തന്നെ മുംബൈയിലെ ഒരു പിസ്സ ഷോപ്പിൽ ക്യൂ നിൽക്കുന്ന രാഹുലിന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുമായിരുന്നു. ഇത്രയും വലിയ ആർഭാടം നിറഞ്ഞ കല്യാണത്തിന് പങ്കെടുക്കില്ലെന്ന് രാഹുൽ വാശി പിടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അംബാനി വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ മകന്റെ ആഡംബര വിവാഹത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മുകേഷ് അംബാനി ആയിരക്കണക്കിന് കോടി രൂപയാണ് മകന്റെ വിവാഹത്തിന് ചിലവാക്കിയത്. BJP ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്നും രാജ്യത്തെ വിരലിലെണ്ണാവുന്ന ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു. ഹരിയാനയിലെ സോനിപത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു രാഹുലിന്റെ ഈ വിമർശനം. മകന്റെ വിവാഹത്തിന് വേണ്ടി മുകേഷ് അംബാനി ചിലവഴിച്ച ആയിരക്കണക്കിന് കോടി രൂപ രാജ്യത്തെ ജനങ്ങളുടെ പണമാണ്. കുട്ടികളുടെ വിവാഹം നടത്താൻ സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണമില്ല. ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാതെ വിവാഹം നടത്താൻ സാധിക്കില്ലെന്നതാണ് സാധാരണക്കാരുടെ അവസ്ഥ. കർഷകർക്ക് ഒരു വിവാഹം നടത്തണമെങ്കിൽ കടത്തിൽ മുങ്ങണം. ഇന്ത്യയിലെ 25 പേർക്ക് വിവാഹത്തിന് ആയിരക്കണക്കിന് കോടി രൂപ ചിലവഴിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നരേന്ദ്രമോദി വികസിപ്പിച്ചെടുത്തെന്നും സാധാരണക്കാർ അവരുടെ പോക്കറ്റിൽ നിന്നെടുക്കുന്ന പണം ഈ 25 പേരുടെ പോക്കറ്റുകളിലേക്കാണ് പോകുന്നതെന്നും രാഹുൽ ആരോപിച്ചു. മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയും വ്യവസായി വിരേൻ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചന്റും ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് വിവാഹിതരായത്. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് ആഡംബര വിവാഹം നടന്നത്. നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികളും രാഷ്ട്രീയ പ്രമുഖരും ചടങ്ങിനെത്തിയിരുന്നു. എന്നാൽ അന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കാതിരുന്നത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതേസമയം രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ കാര്യത്തിലും ഉടക്കുമായി വരുന്ന കോൺഗ്രസ് ജാതിവാദത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് ദേശീയവാദമെന്ന് തുറന്നടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെത്തിയതും ശ്രദ്ധേയമായി. ഒരുപക്ഷെ ഇതിനുള്ള മറുപടി ആയിരിക്കാം രാഹുൽ ഇപ്പോൾ നൽകിയത്. രാജ്യത്തിന് പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും കോൺഗ്രസ് കുരുക്കിലാക്കി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ല. ജമ്മു കശ്മീരിൽ ഭരണഘടന പൂർണ്ണമായും നടപ്പാക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ല. പാർലമെന്റിലും അസംബ്ലിയിലുമുള്ള സംവരണം അവർ നമ്മുടെ സഹോദരിമാർക്ക് നഷ്ടപ്പെടുത്തി. മുത്തലാഖ് എന്ന പ്രശ്നത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരിമാരെ കോൺഗ്രസ് കുടുക്കി. കോൺഗ്രസ് രാജ്യത്തിന്റെയും പൗരന്മാരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. പകരം സ്വന്തം കുടുംബം സ്ഥാപിക്കാൻ അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുവെന്നൊക്കെയാണ് മോദി കോൺഗ്രസിനു നേരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. ഇവിടെ മോദിക്ക് വേണ്ടത് ഹരിയാനയിലെ തുടർഭരണം മാത്രമാണ്. അതിനായി ഏതറ്റം വരെയും പോകാൻ മോദി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്.